Assalamualaikum. Hi friends, welcome back to Nakijo. ഞാൻ ആസിൽ. ഇപ്പോൾ +2 മാത്സ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന എന്റെ സുഹൃത്തുക്കൾക്കായിട്ടുള്ള പാർട്ട് 5 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ഇംപ്രൂവ്മെന്റ് എക്സാമിന് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാവുന്ന ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എക്സാമിന്റെ ഡേറ്റ് വന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. സെപ്റ്റംബർ 22-നാണ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. പഠിക്കാൻ 1 മാസം ധാരാളം സമയമുണ്ട്. നിങ്ങൾ ഫോക്കസ് ആയി പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോസും കണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഒട്ടും തന്നെ വൈകിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ 2 പാർട്ടായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് ആദ്യത്തെ പാർട്ട് നോക്കാം. ഇഫ് x ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5 ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ. എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 3/5 ആണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ വന്നിട്ട് വേറെ ഫംഗ്ഷനിൽ ആൻസർ ചോദിക്കുക. അപ്പൊ അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5 എന്ന്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആ ഒരു ഐഡന്റിറ്റി തന്നെ മതി ധാരാളം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സോ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 3/5 അങ്ങനെയാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് പറഞ്ഞാൽ 3/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കിട്ടി, ഹൈപ്പോട്ടന്യൂസും കിട്ടി. അതായത് 3ഉം 5ഉം. ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. ഇനി നമുക്ക് അഡ്ജസന്റ് സൈഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫോർമുല അറിയാം. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സ്ക്വയർ. ഇതാണ് അഡ്ജസന്റ് കാണാനുള്ള ഫോർമുല. ശരിക്കത്തെ ഫോർമുല എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു അഡ്ജസന്റ് സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സ്ക്വയർ എന്നാണ്. അതിന് നമ്മൾ ഈ ഫോർമുലയോട്ട് മാറ്റിയെന്നുള്ളൂ. ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്ന ഫോർമുലാസ് തന്നെയാണ്. അപ്പോൾ അഡ്ജസന്റ് കാണാനായിട്ട് നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 എന്ന് വരും. ഓപ്പോസിറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ ആണ്, അത് 9 എന്ന് വരും. അപ്പോൾ റൂട്ട് 16 എന്ന് ലഭിക്കും, അതായത് 4. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഓപ്പോസിറ്റ് ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, അതുപോലെ അഡ്ജസന്റ് സൈഡ് കിട്ടി. ഇനി ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 5/3 എന്നാണ്. നമുക്കറിയാം കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്, അല്ലേ? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഫ്രണ്ട്സ്, നമ്മൾക്കറിയാം ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും അതുപോലെ അഡ്ജസന്റും. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3 ആണ്, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, അഡ്ജസന്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് നമുക്കവിടെ ശരിക്കും കിട്ടേണ്ടത് അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ 4, പിന്നെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 5. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് 5/3 എന്നാണ്. പക്ഷേ 4/5 എന്നാവണം നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ എ തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമ്മുടെ ഓപ്ഷൻ ബി ഒന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 എന്നാണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 എന്ന്. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ് ടാനിന്റെ ഫോർമുല. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഫോർമുലാസ് ആണ്. അപ്പോൾ ടാനിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 എന്നാണ്. അതുപോലെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്. സോ ടാൻ ഇൻവേഴ്സ് 3/4 ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. നമ്മുടെ ഓപ്ഷനിലും കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടാൻ ഇൻവേഴ്സ് 3/4. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട് നോക്കാം. ഇവാലുവേറ്റ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2 എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം, ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് 3ഉം വേറെ വേറെ ഫംഗ്ഷൻസ് ആണ്, അല്ലേ? ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എക്സാമിനെ അവോയ്ഡ് ചെയ്യാതെ അത് അറ്റൻഡ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്.
അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പുറമേ തന്നിട്ടുള്ളത് ടാനിൻ്റെ ഫംഗ്ഷനാണ്, പക്ഷേ ഉള്ളിൽ സൈനും കോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഉള്ളിൽ കിടക്കുന്ന ഈ സൈനിൻ്റെയും കോട്ടിൻ്റെയും ഫംഗ്ഷൻസിനെ ടാൻ ആക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഉള്ളത് സൈൻ ഇൻവേഴ്സ് 3/5 എന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് ആലോചിക്കുക, നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ സൈൻ ഇൻവേഴ്സ് 3/5യുടെ വാല്യൂ ആണ് ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കണ്ടുപിടിച്ചത് അല്ലേ. ഇതാ എ പാർട്ടിൽ നമ്മൾ അതാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് ടാനിൻ്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ എ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ഞാൻ സൈൻ ഇൻവേഴ്സ് 3/5 എന്നതിന് പകരം ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കൊടുക്കാം. അതുപോലെ നിങ്ങൾ രണ്ടാമത്തെ ടേം ശ്രദ്ധിക്കുക, കോട്ട് ഇൻവേഴ്സ് 3/2 എന്നാണ്. കോട്ടും ടാനും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണെന്ന് നമുക്കറിയാം. ടാനിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും കോട്ട്, അതുപോലെ കോട്ടിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ടാൻ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 3/2 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 2/3 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സൈൻ ഇൻവേഴ്സിന് പകരം ടാൻ ഇൻവേഴ്സിൻ്റെ ഫംഗ്ഷൻ കൊടുത്തു, കോട്ട് ഇൻവേഴ്സിന് പകരം ടാൻ ഇൻവേഴ്സ് കൊടുത്തു, ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്തിട്ടു. ദെൻ പുറമേ ഉള്ള ടാൻ അതേപോലെ എഴുതാണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി എന്ന ഫോമിലൊരു ഇക്വേഷൻ കിട്ടി. സോ ഫ്രണ്ട്സ്, ഈ ഇക്വേഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട്. മാക്സിമം ആ വീഡിയോസ് കണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഫ്രണ്ട്സ്, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ബി ബൈ 1 മൈനസ് എ ബി എന്നാണ്. ഈ ഒരു ഐഡൻറ്റിറ്റി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐഡൻറ്റിറ്റിയാണ്. ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ബി ബൈ 1 മൈനസ് എ ബി. നമുക്കിവിടെ എ എന്ന് പറയുന്നത് 3/4 ആണ്, അതുപോലെ ബി എന്ന് പറയുന്നത് 2/3 ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/3. ടാൻ ഇൻവേഴ്സ് 2/3 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ പ്ലസ് ബി, അതായത് 3/4 പ്ലസ് 2/3, 3/4 പ്ലസ് 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ബി എന്നാണ്, അതായത് 3/4 ഇൻറ്റു 2/3 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് 2/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ ആഡ് ചെയ്യുക. 3 × 3 9 പ്ലസ് 4 × 2 8 ബൈ 4 × 3 12 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 × 2 6 ബൈ 4 × 3 12. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ടാൻ ഇൻവേഴ്സ് 9 + 8 എന്ന് പറയുന്നത് 17 ബൈ 12 ഡിവൈഡഡ് ബൈ 12 മൈനസ് 6 6 ബൈ 12. സോ ഫ്രണ്ട്സ്, ഡിനോമിനേറ്ററിലുള്ള ഈ 12 ക്യാൻസൽ ആയി പോകുന്നു. അങ്ങനെയെങ്കിൽ ടാൻ ഇൻവേഴ്സ് 17/6 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/3 സോൾവ് ചെയ്തപ്പോൾ ടാൻ ഇൻവേഴ്സ് 17/6 എന്നാണ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിന് പകരം അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന ഫോം ടാൻ ബ്രാക്കറ്റിന് പകരം ടാൻ ഇൻവേഴ്സ് 17/6 എന്ന്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 17/6 എന്ന് എഴുതുക. സോ ഗൈസ്, ടാനും ടാൻ ഇൻവേഴ്സും ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും ഒപ്പം വരികയാണെങ്കിൽ അത് പരസ്പരം ക്യാൻസൽ ആക്കി പോകും. ബാക്കി ഉണ്ടാവുന്നത് 17/6 ആണ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2 എന്ന് പറയുന്നതിൻ്റെ ആൻസർ 17/6 ആണ്. സോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് പുറത്ത് ഏതാണ് ഫംഗ്ഷൻ നോക്കുക, ആ ഫംഗ്ഷനിലേക്ക് മാറ്റുക. ഇതെങ്ങനെ മാറ്റുക എന്ന് വെച്ചാൽ സൈൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും ഐഡൻറ്റിറ്റി മാത്രം അറിഞ്ഞാൽ മതി. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതുപോലെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റീസ് അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മാറ്റാൻ പറ്റും. പിന്നെ നമുക്കറിയുന്നത് ഒരു ഫോർമുലയാണ്. അത് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ബി ബൈ 1 മൈനസ് എ ബി എന്ന് പറയുന്ന ഫോർമുല. ഇത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ്. ഈ ഫോർമുലയും കൂടി അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് നമുക്ക് ആദ്യം ചെയ്യാം. എ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇഫ് കോസ് ഇൻവേഴ്സ് 12/13 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ദെൻ ഫൈൻഡ് എക്സ്.
അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ അതേ ടൈപ്പാണ്, പക്ഷേ ഓപ്ഷൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ടാനിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കോസ് ഇൻവേഴ്സ് 12/13 എന്നാണ് അല്ലേ. ഇത് ടാനിൻ്റെ ഫോമിലോട്ടാക്കിയിട്ട് ആ എക്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്നാണ്. അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് കോസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അഡ്ജസെൻറ്റ് എന്ന് പറയുന്നത് 12ഉം ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് 13ഉമാണ്. സോ ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ, അതായത് ടാനിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ് എന്നാണ് അല്ലേ. ടാനിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ആണ്. സോ നമുക്ക് ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയില്ല, പക്ഷെ അഡ്ജസെൻറ്റ് 12 ആണെന്ന് അറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു, ബൈ അഡ്ജസെൻ്റ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഈ എക്സിൻ്റെ വാല്യൂ ആയി. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് അഡ്ജസെൻറ്റ് സ്ക്വയർ. അപ്പോൾ ഫ്രണ്ട്സ് വളരെ സിമ്പിളാണ്. ഹൈപ്പോട്ട്ന്യൂസ് 13 ആണ്. 13ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 മൈനസ് അഡ്ജസെൻറ്റ് 12 ആണ്. 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144, അതായത് റൂട്ട് ഓഫ് 25 ഈക്വൽ ടു 5 എന്ന് ലഭിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പോൾ നമ്മുടെ ടാനിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് എന്നാണ് ഞാൻ ഷോർട്ട് ഫോമിലായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 5 എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അഡ്ജസെൻ്റ് 12 ആണ്. സോ അവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5/12 എന്നാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ടൈപ്പ് എക്സാമിന് ചോദിക്കാറുണ്ട്. മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ നമ്മളോട് ഒരു പ്രൂഫാണ് പറഞ്ഞിട്ടുള്ളത്. ഷോ ദാറ്റ് കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 56/33 എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഇവിടെ തന്നിട്ടുള്ളത് ടാനിൻ്റെ ടേംസിലും ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത് കോസിൻ്റെ ടേംസിലാണ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കോസിൻ്റെ ടേംസിലുള്ളതിനെ നമുക്ക് ടാനിൻ്റെ ടേംസിലേക്ക് മാറ്റുക. അത് മാത്രം നമ്മളിവിടെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കോസ് ഇൻവേഴ്സ് 4/5 എന്ന് പറയുന്നതിനെ ടാനിൻ്റെ ടേംസിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ടാനിൻ്റെ ടേംസിലേക്ക് മാറ്റും? അതിനാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഐഡൻറ്റിറ്റി വെച്ചാണ് ചെയ്യുന്നത്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്നാണ്. അതായത് ഇവിടെ 4/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസെൻറ്റ് എന്ന് പറയുന്നത് 4ഉം ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് 5ഉം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ മൈനസ് അഡ്ജസെൻറ്റ് സ്ക്വയർ ആണെന്ന് അറിയാം. അതായത് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. സോ റൂട്ട് ഓഫ് 25 മൈനസ് 16, അതായത് റൂട്ട് 9, അതായത് 3 എന്ന് ലഭിക്കും. സോ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3 എന്ന് ലഭിച്ചു. ഇനി നമുക്ക് ഈ കോസ് ഇൻവേഴ്സ് 4/5നെ ടാനിലേക്ക് മാറ്റുമ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അഡ്ജസെൻ്റ് എന്ന് പറഞ്ഞാൽ 4 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, കോസ് ഇൻവേഴ്സ് 4/5 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 3/4 ആണ്. അതായത് കോസ് ഇൻവേഴ്സ് 4/5 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 3/4 എന്നാണ്. സോ നമ്മൾ ആദ്യത്തെ ടേമിനെ ടാനിലേക്ക് മാറ്റി. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മുടെ രണ്ടാമത്തെ ടേം കൺസിഡർ ചെയ്യാം. കോസ് ഇൻവേഴ്സ് 12/13 എന്നാണ് രണ്ടാമത്തെ ടേം. സോ ഫ്രണ്ട്സ്, ഈ ടേമിനെ ടാനിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ എ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ തന്നെയാണ് ആൻസർ കണ്ടുപിടിച്ചത് അല്ലേ. അവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് 5/12 എന്നാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് ഇൻവേഴ്സ് 12/13 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 5/12 എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 എന്നല്ലേ. ഇതിൽ കോസ് ഇൻവേഴ്സ് 4/5ക്ക് പകരം നമ്മൾ ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് എഴുതുന്നു. പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 എന്നതിന് പകരം
ടാൻ ഇൻവേഴ്സ് 5/12 എന്ന് എഴുതുന്നു. ഇത് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുക? ഇത് നമ്മൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യാറുള്ളത്. ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി എന്നാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ എ പ്ലസ് ബി ബൈ 1 മൈനസ് എ ബി എന്നാണ്. ഇതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി. സോ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3/4 ആണ് നമ്മുടെ എ എന്ന് പറയുന്ന ടേം, 5/12 ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന ടേം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് 5/12 എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ എ പ്ലസ് ബി, അതായത് 3/4 പ്ലസ് 5/12 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 5/12. സോ ഫ്രണ്ട്സ്, വളരെ സിമ്പിളാണ്. ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 36 പ്ലസ് 20 ബൈ 48 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 15 ബൈ 48. സോ ഒന്നുകൂടെ നമുക്കിത് സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ടാൻ ഇൻവേഴ്സ് 36 പ്ലസ് 20 56 ബൈ 48 ഡിവൈഡഡ് ബൈ 48 മൈനസ് 15 33 ബൈ 48. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഡിനോമിനേറ്ററിലുള്ള 48 കട്ടായി പോകുന്നു. ദെൻ ടാൻ ഇൻവേഴ്സ് 56 ബൈ 33 എന്ന് ലഭിക്കും. സോ ഫ്രണ്ട്സ്, എക്സാക്ട്ലി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. പ്രൂഫിൽ നമ്മൾ ശ്രദ്ധിക്കുക. ടാൻ ഇൻവേഴ്സ് 56 ബൈ 33 എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കവിടെ ആൻസർ കിട്ടിയതും ടാൻ ഇൻവേഴ്സ് 56 ബൈ 33 ആണ്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോസിൻ്റെ ടേംസിലുള്ളതിനേക്ക് നമ്മൾ ടാനിലേക്ക് മാറ്റി. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അഡ്ജസൻറ്റ് ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് എന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞാൽ മതി. അത് വെച്ച് നമ്മൾ ടാനിലേക്ക് മാറ്റി. പിന്നെ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി എന്ന ഐഡൻറ്റിറ്റി യൂസ് ചെയ്തു. ഈ ഐഡൻറ്റിറ്റി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഐഡൻറ്റിറ്റിയാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. സോ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റ്സും എന്നെ തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടി യൂസ്ഫുൾ ആകുന്നതായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ സീരീസിനോടൊപ്പം തന്നെ +2 മാത്സിൽ, അതായത് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന സുഹൃത്തുക്കൾക്കായിട്ട് സ്പെഷ്യൽ വീഡിയോസ് ഞാൻ ഇറക്കുന്നതാണ്. അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്ട്സിലും വീഡിയോസ് ഇറക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഫ്രണ്ട്സ്, പുതിയൊരു ടോപ്പിക്കുമായി നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.